അതുകൊണ്ടാണ് നീ കഴിക്കണമെന്ന് പറയുന്നത് അല്ലേ? സാധാരണ കളികൾ കളിക്കുമ്പോഴോ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ സദ്ബുദ്ധിയാണോ ദുർബുദ്ധിയാണോ? സദ്ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് ബുദ്ധിയല്ല പറയുന്നത്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ ഉപയോഗിക്കും. നല്ല രീതിയിൽ ഈ ഗായത്രി ധരിക്കുന്നത് ബുദ്ധിയെ നേർവഴിക്ക് പോകണം. സദ്ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ബുദ്ധിമാനാണ് സദ്ബുദ്ധി. ഇപ്പോൾ ബുദ്ധിയില്ല, എല്ലാവരും പോകാൻ ബുദ്ധിയുണ്ട്. അതിനെ നല്ലതാക്കാൻ ചെയ്യാം. പൊട്ട കാര്യങ്ങൾ ചെയ്താൽ ചീത്ത ബുദ്ധി ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ബുദ്ധി ഉപയോഗിക്കും. അപ്പം നല്ലത് മാത്രമേ ആകാവൂ. ചീത്ത വേണ്ട, ചീത്ത വലിയ വേണ്ട. ബുദ്ധിയെ നേർവഴിക്ക്, നല്ല വഴിക്ക് എൻ്റെ ബുദ്ധിയെ നയിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സർവ്വ ദൈവത്തോടുമാണ്, ഒരാളൊന്നും വിചാരിക്കില്ല. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയോട് പറയുകയാണ്, എൻ്റെ ബുദ്ധിയെ നേർവഴിക്ക് നയിക്കുക. അങ്ങനെയാണ് ബുദ്ധി മോശമാണ്, പലതരം മോശമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയമല്ലേ അല്ലേ? ഇവിടെ സാധാരണത്തിൽ വരുന്നത് +1 +2 വരെയുള്ളതൊക്കെ പഠിത്തത്തിന് മെയിനായ സമയം. പിന്നെ നിങ്ങൾ വളരെ കുറച്ചുകൂടെ ഹയർ സ്റ്റഡീസ് ചെയ്തു. ഇപ്പൊ കാണുന്ന വലിയൊരു പ്രശ്നമാണ് എന്താണെന്ന് പറയാമോ? ഈ സമയത്ത് വേണ്ട കാര്യമല്ല ഈ സമയത്ത് ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട കാര്യമല്ലാതെ മറ്റ് കാര്യങ്ങൾ ചെയ്യും. മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി, പിന്നെ ഒരു വിവാഹ ജീവിതമൊക്കെ വേണം അല്ലേ? അപ്പോൾ വിവാഹ സമയം, ഒരാളെ ഇഷ്ടപ്പെടല്, പ്രേമിക്കല്, ഇതൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സിനിമയിലാണെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ആണുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ളവരിലാണ് സ്നേഹവും പ്രേമവും ഒക്കെ കഴിയും. അത് കഴിഞ്ഞ് കാലം മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക്, സിനിമകളാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുന്ന സിനിമ പിന്നെ ഡിഗ്രി ലെവലിലേക്ക് കൊണ്ടുവരും. ഡിഗ്രി ലെവലിൽ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ശരിക്കും ഒബ്സർവ് ചെയ്തതല്ലേ, ഡിഗ്രി ലെവലിൽ നിന്ന് പിന്നെ അത് BD ലെവലിലേക്ക്, ഇപ്പോഴത്തെ +1 +2 അവിടെ തുടങ്ങിയിട്ട് അടുത്ത കാലത്ത് അവിടെ നിന്നാണ് 7ാം ക്ലാസ് 8ാം ക്ലാസ് തമിഴ് സിനിമകളാണ് ആദ്യം മുന്നോട്ട് വന്നിരുന്നത്. ഏറ്റവും ആദ്യം മുതൽ തമിഴ് സിനിമകളാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ കാലം തൂക്കി പോകുമ്പോൾ ഒരു ആൺകുട്ടി കൂടെ ഇല്ലാതെ പറഞ്ഞത് വേറെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ സമയത്തുള്ളൂ, അതിന്റെ പ്രായമുള്ളൂ. ഇത് ഓപ്പണായിട്ട് പറയുന്ന ലക്ഷ്യം അതുകൊണ്ടാണ് പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കണം. ആ സമയത്ത് പ്രേമം എന്ന് പറഞ്ഞത് കുറേ നടക്കലല്ല. ഇപ്പൊ ഒരു വലിയൊരു എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിനായിട്ട് പറഞ്ഞതാണ് പല അനുഭവങ്ങളുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കൂട്ടുകാരൊന്നുമില്ലേ, ആൺകുട്ടികൾ കൂട്ടുകാരൊന്നുമില്ലേ, കൂട്ടുകാരില്ലേ. അപ്പോൾ ഒരു മോശം. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മുടെ വഴിയിലാക്കിയാലേ ഒരു സുഖവും കൊടുക്കുന്നുണ്ട്. അതേമാതിരി ആൺകുട്ടികൾ ലൈനൊന്നുമില്ല, ഭാഷയിൽ പോയില്ലേ, പച്ചക്കറിയില്ല, ലൈനൊന്നുമില്ല. അപ്പൊ പറയാം കൊള്ളാമില്ല, ലൈൻ ഇല്ലാതിരിക്കില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കും ലൈൻ. എന്തറിഞ്ഞിട്ടാണ് ജീവിതത്തിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇത് പറയാതിരുന്നില്ല. വീട്ടിലാണെങ്കിലും അമ്മമാരൊക്കെ ഇത് പറയണം, മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ശാരീരികമായിട്ട് മാറ്റമുണ്ടാവുന്ന കാലമാണ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ സമയം. ആൺകുട്ടികൾക്കും കുട്ടികൾക്കും ശാരീരികമായ മാറ്റം